കൃഷ്ണ, ഞാനിന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിർമ്മാല്യ ദർശനം എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട്, എന്താണ് അതിൽ നിന്നുള്ള നമുക്കുള്ള ആ സമയത്ത് ദർശിച്ചാൽ, ഭഗവാനെ ദർശിച്ചാൽ എന്താണ് നമുക്ക് കിട്ടാവുന്ന അസുലഭ ഭാഗ്യം എന്നുള്ളതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ്. നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ട ദർശനമാണ്. തലേ ദിവസം തന്നെ വന്ന് ക്യൂവിൽ ഒക്കെ നിന്ന്, അല്ലെങ്കിൽ 1000 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ക്യൂവിൽ നിന്ന് ശരിക്കും ക്ഷേത്രത്തിനകത്ത് നമുക്ക് 3 മണിക്കാണ് എത്താൻ കഴിയുക. അതായത് 2:30-ക്ക് മേൽശാന്തി കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം തുറന്ന് ഉള്ളിൽ എത്തി കാര്യങ്ങളൊക്കെ റെഡിയാവും. 3 മണിക്കാണ് ശ്രീകോവിലിനുള്ളിലേക്ക് മേൽശാന്തിയും പ്രവേശിക്കുകയുള്ളൂ. ആ കറക്റ്റായ സമയത്ത് 3 മണിക്കാണ് മേൽശാന്തിയും അതുപോലെ നമ്മളും. നമുക്ക് അവിടെ നാഴികമണിയുണ്ട്. 3 അടിക്കുമ്പോൾ കറക്റ്റ് 3 മണിക്ക് കിഴക്കേ ഗോപുരം തുറക്കും. ആ കിഴക്കേ ഗോപുരത്തിലൂടെ മാത്രമേ നമുക്ക് ദർശനത്തിനായി വരാൻ കഴിയുള്ളൂ. കാരണം പടിഞ്ഞാറ് നടയിലോ ഭഗവതി അമ്പലത്തിലോ ആ സമയത്ത് നട തുറക്കില്ല. 3:15-ന് ശേഷമാണ് ദേവീക്ഷേത്രത്തിൻ്റെ അതിലൂടെയും പടിഞ്ഞാറ് നടയിലൂടെയും എത്താൻ കഴിയുക. പക്ഷേ 3 മണിക്ക് 3 അടിക്കുന്ന സമയത്ത് 3 അടിച്ച അതേ നിമിഷം തന്നെ ഗോപുരനട തുറക്കും. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ ഭഗവാനെ ദർശിക്കാൻ ഉള്ള ഏറ്റവും നല്ല സമയമാണ്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസത്തെ, അതായത് ഒരു ദിവസത്തെ പൂജ കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞ് കീഴ്ശാന്തി നട അടച്ച് പോവും. നട അടച്ചിട്ട് പോയി വന്നാൽ അതിന് ശേഷം ഗുരുവായൂരപ്പനെ കാണാൻ ദേവലോകത്തുനിന്നും ദേവകളെല്ലാവരും ഗുരുവായൂരപ്പനെ പൂജിക്കാൻ വേണ്ടി നമ്മളെ ഗുരുവായൂർക്ക് വരികയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് പിന്നെ അവരാണ് പൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ദേവകൾ അർപ്പിച്ച ആ പൂജ നൈവേദ്യത്തിൻ്റെ ആ ഒരു ഫലമാണ്. അതായത് പ്രസന്നനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ തലേ ദിവസത്തെ രൂപം, മാലകളും എല്ലാം അടങ്ങിയ, അലങ്കാരങ്ങളെല്ലാം അടങ്ങിയ ആ ഗുരുവായൂരപ്പൻ്റെ ആ രൂപമാണ് നമ്മൾ ദർശിക്കുന്നത്. 3 മണി തൊട്ടിട്ട് 3:10 വരെയാണ് ആ നിർമ്മാല്യ ദർശനം. അത് കഴിഞ്ഞാൽ നിർമ്മാല്യ ദർശനമില്ല. ഈ 3:10 വരെയാണ് നിർമ്മാല്യ ദർശനമായിട്ട് നമുക്ക് ഉള്ളത്. പിന്നെ അതിന് ശേഷം വരുന്നത് നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ ആളെ അതായത് എണ്ണ അഭിഷേകമാണ്. ആ എണ്ണ കൊണ്ട് തേച്ച് കുളിപ്പിക്കുക. അപ്പോൾ വാകപ്പൊടിയൊക്കെ ഇട്ട് തേച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അങ്ങനെ ഭഗവാനെ കുളിപ്പിക്കും. അത് കുളിപ്പിച്ചിട്ട് അഭിഷേകമൊക്കെ കഴിഞ്ഞു അതൊക്കെ ആവും. കാരണം എന്താ വെച്ചാൽ 3:10-നുള്ളിൽ 3:05 ആകുമ്പോൾ തന്നെ തലേ ദിവസത്തെ മാലകൾ ഓരോന്നായിട്ട് ഊരിയെടുക്കൽ തുടങ്ങും മേൽശാന്തി. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം 3:08 3:10 നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പലരും എന്നോട് ചോദിച്ചു, എത്ര മണിക്കാണ് നിർമ്മാല്യം? ആ നിർമ്മാല്യ ദർശനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിർമ്മാല്യ ദർശനത്തിൻ്റെ പ്രത്യേകത ഇതാണ്. തലേ ദിവസത്തെ ആ ഭഗവാനെ, ആ പൂജിച്ച ദേവകൾ അർപ്പിച്ച ആ അർച്ചന കൈക്കൊണ്ട ഭഗവാൻ, ആ ഭഗവാന്റെ തിരുദർശനമാണ് നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുന്നത് ഏറ്റവും പുണ്യമായ ഇതാണ്. അപ്പോൾ അതിനുവേണ്ടി തലേ ദിവസം തന്നെ എത്തണം. തലേ ദിവസം എത്തുക. പിന്നെ അതുകൂടാതെ 1000 രൂപ കൊടുക്കാൻ കഴിയുന്നവർക്ക് 2:30-ക്ക് കൗണ്ടർ തുറന്ന് 2:10-ന് കൗണ്ടർ തുറക്കും നെയ്യഭിഷേകത്തിൻ്റെ. 1000 രൂപ ഒരാൾക്കും 4500 രൂപ 5 ആൾക്കും. അത് കിട്ടിയാൽ, ആ ടിക്കറ്റ് എടുത്താൽ, കാരണം നിർമ്മാല്യ ദർശനത്തിനും ഇതേപോലെ ക്യൂ നിന്നിട്ടും പിന്നെ VIP ദർശനത്തിൻ്റെയും ആളുകളുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ VIP ദർശനത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യൂവിലൂടെ, വേറൊരു ക്യൂവിലൂടെ, കിഴക്കേ നടയിലൂടെ തന്നെ സെക്യൂരിറ്റിക്കാർ ഈ 1000 രൂപ നെയ്വിളക്കെടുത്ത ആളുകളെ കടത്തിവിടും. അപ്പോൾ അവർക്കും 3 മണി എന്നുള്ളത് 3 മണിക്ക് തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാവും.
അങ്ങനെ ഒരു കാര്യമുണ്ട്. നിർമ്മാല്യ ദർശനം എല്ലാവർക്കും കിട്ടില്ല, ക്യൂ നിന്നാൽ മാത്രമേ കിട്ടൂ എന്നൊക്കെ പറയുന്നതിന് വിപരീതമായിട്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ 2:30-ക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് ആ കിഴക്കേ നടയുന്ന കൗണ്ടറിൽ അവിടെ സെക്യൂരിറ്റി ഓഫീസറെ കാണിച്ചാൽ അവരുള്ളിലേക്ക് കടത്തിവിടും. പക്ഷേ 3 മണിക്കാണ് നട തുറക്കുള്ളൂ. ആ ഗോപുര നടയും 3 മണിക്കാണ്. 3 അടിക്കുന്ന അതേ നിമിഷത്തിൽ, അതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അതേ നിമിഷത്തിൽ മാത്രമേ അവിടെ നട തുറക്കുള്ളൂ. അതേസമയം എന്താ പറയുക, സഹസ്രങ്ങൾ തന്നെ ആ സമയത്ത് ഓടി മണ്ടി അവിടെ എത്തും ഭഗവാനെ ദർശിക്കാൻ. ആദ്യം ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വരണമായിരുന്നു. ഇപ്പോൾ അതല്ല, കൊടിമരം വഴി നേരെ പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് വയസ്സായവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. തിരക്കുണ്ടെങ്കിൽ കൂടി വല്ലാത്ത ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് ആദ്യം ഉണ്ടായിരുന്നത് ആ ഫ്ലൈ ഓവറിൽ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴേക്ക് തിരക്ക് നല്ല ഇതായി, വയ്യാത്ത ആളുകൾക്കൊക്കെ നിർമ്മാല്യ ദർശനം വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ദേവസ്വം നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കുറച്ച് കാലമായി, 1 വർഷത്തോളമായിട്ട് രാവിലെ ഒരു വർഷത്തോളമായി നേരെ നിർമ്മാല്യ ദർശനം നേരെ കൊടിമരം വഴി വിടും. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു സമയമാണ്. എല്ലാവരും നിർമ്മാല്യ ദർശനം ദർശിക്കാൻ ശ്രമിക്കുക, പറ്റാവുന്നവരെല്ലാം. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ദർശനമാണ്. ഭഗവാന്മാർ പൂജിച്ചിരിക്കുന്ന അത് നമ്മൾ കണി കാണുക എന്നുള്ളത് ഏറ്റവും വലിയ കർമ്മമാണ്. അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പൻ അത് ക്ഷിപ്രസാധ്യമാക്കി തരും, പെട്ടെന്ന് തന്നെ സാധ്യമാക്കി തരും.